ആനി വരുന്നുണ്ട്. അപ്പച്ചൻ ഉപ്പും ഗ്ലാസ് കൊടുത്തോണ്ട് അത്തോട്ട് അവള് കണ്ട പിന്നെ ഇനി അത് വന്നു. ആഹാ, ജോ ഇവിടെ വായി പിടിച്ച് നിൽക്കണോ? പിള്ളേരെ ട്യൂഷൻ ക്ലാസ്സിന് കൊണ്ടുവരാൻ സമയമില്ലേ? സമയമാകുന്നതേ ഉള്ളൂ. ആനി ഒരു ചെറിയ പ്രശ്നം. എന്നാ പ്രശ്നം? കറി വെച്ചില്ലേ? ജോലി ഉത്തരവാദിത്തമില്ലാതെ തുടങ്ങിയാലോ? കറി വെച്ചു. അതല്ല, അപ്പച്ചൻ നാട്ടിൽ പോണം പറഞ്ഞ് വേണം. കുഴപ്പമാവോ? ഞാനാണെങ്കിൽ അമ്മച്ചി ഒന്ന് സോപ്പിട്ട് വരുമായിരുന്നു. അമ്മച്ചി ഇവിടെ ഉണ്ടെങ്കിൽ പിള്ളേരെ നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ ആ പെട്രീഷ്യക്ക് ഒരു മാസം $1000 പോകുന്നത്. പെട്രീഷ്യ പറഞ്ഞു വിട്ടതും അപ്പച്ചന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. എന്നോട് ചോദിച്ചു. നിങ്ങളുടെ അപ്പനായതുകൊണ്ട് പറയുന്നതല്ല, അപ്പച്ചന്റെ സ്വഭാവം ബെസ്റ്റ് സ്വഭാവം. അവളെ പറഞ്ഞു വിട്ടത് നന്നായി, അല്ലെങ്കിൽ അവളുടെ പിള്ളേരെ കൂടെ നമ്മൾ നോക്കേണ്ടി വന്നേ. അമ്മച്ചിക്ക് എന്തായാലും തിരിച്ചു പോകാനൊന്നും പ്ലാൻ. അതേ, ഞാൻ പറഞ്ഞ അമ്മച്ചി ഇവിടുത്തെ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ആക്കാമെന്ന്. അമ്മച്ചി അതിലങ്ങ് വീണു. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഓരോ വിവരങ്ങൾ പറയാൻ നീ അത് വിശ്വസിക്കാൻ അമ്മച്ചി. പിന്നെ എനിക്കിതൊരു പാർട്ടിക്ക് പോകണം, ലേറ്റ് ആയി വരും. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഞാൻ എന്തായാലും ചെന്ന് പിള്ളേരെ കൊണ്ടുവരാം. മീൻ മേടിക്കുന്ന കാര്യം മറക്കണ്ട. ശരി ശരി. അമേരിക്കയിൽ നടന്ന ഈ സംഭവങ്ങളൊന്നും അറിയാതെ നാട്ടിൽ കൊച്ചാപ്പിച്ചേട്ടന്റെ വീട്ടിൽ തോമസ് കുട്ടി സുഖമായി താമസിക്കുമ്പോൾ ഒരു ദിവസം. എന്നാലും എന്റെ തോമസ് കുട്ടി ഇത് വലിയ ചതിവായി പോയി. 1.5 ആഴ്ച വയറിളക്കം പിടിച്ച് ഞാൻ ആശുപത്രി കിടന്ന്. ആരുടെ കാര്യമാ? ആര് ചതിച്ചെന്ന പീതാംബരൻ ചേട്ടൻ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, അന്ന് കൊച്ചാപ്പി ചേട്ടൻ അമേരിക്കയ്ക്ക് പോയപ്പോ കൊണ്ടുപോകാൻ മറന്നുപോയ ഒരു അച്ചാറ് പറഞ്ഞില്ല, അത് ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. വൈകുന്നേരം ഒരു ശകലം കൂട്ടിയതേ ഉള്ളൂ. വയറിളക്കി എന്റെ കരളും കുടലോടെ പറഞ്ഞു പോകാനാ തോന്നുന്നു. ചക്കില് വെച്ചത് ഓക്കിനെ. അല്ല, പീതാംബരൻ ചേട്ടന് കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ചേട്ടാ, അച്ചാറ് കൊണ്ടുപോകരുതെന്ന്. അതെ, എന്റെ ഭാര്യയ്ക്ക് ജോസൂട്ടിയുടെ കെട്ടിയോളെ കണ്ണെടുത്താ കാണത്തില്ല. അവളാ അച്ചാറിനകത്ത് എന്താണ്ട് പണിയൊപ്പിച്ചതാ. ഏതാ ഒരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പച്ചനോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ? അതെന്നാടാ എനിക്ക് എന്റെ വീട്ടിൽ വരാൻ മുന്നറിയിപ്പ്? അതല്ല, അറിഞ്ഞിരുന്നേ ഞാൻ എയർപോർട്ടിൽ വന്നേനല്ലോ. അമ്മച്ചി എവിടെ? അവളെ വന്നില്ല. അവക്ക് അമേരിക്ക കണ്ടപ്പോ എന്നെ വേണ്ട. എന്നാലും അത് കുറച്ച് കടന്നു കഴിഞ്ഞാൽ. അവളെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജോസൂട്ടി ആനിയും കൂടെ അവളവിടെ സോപ്പിട്ട് നിർത്തിക്കുക. എന്തിനാണെന്നറിയോ? പിള്ളേരെ നോക്കാനാ. അവരുടെ കണക്കില് കാശ് എത്രയാ ലാഭം. അതെങ്ങനെയാ കൊച്ചാപ്പി ചേട്ടാ? എടാ, അവിടെ പിള്ളേരെ നോട്ടം വലിയ ജോലിയാ. ബേബി ഷിറ്റിങ്. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ജോസൂട്ടിയുടെ പിള്ളേരെ നോക്കിയത് ഒരു മദാമയാ, പട്രീഷ്യ. മാസം $1000 ശമ്പളം. അമ്മച്ചിയെ കിട്ടിയപ്പോ പട്രീഷ്യ അവര് പറഞ്ഞു വിട്ടു. പാവം പട്രീഷ്യ. അത് കഷ്ടമായി. എന്നാലും എനിക്കിങ്ങനെ കണ്ടിച്ചോലെ പെരുമാറാൻ പറ്റുമോ? തിരിച്ചു പോരാൻ 2 ടിക്കറ്റ് ഉണ്ട്. അറിയാമയാണല്ലോ പോരത്തു. പിന്നെ ഞാൻ നോക്കിയിട്ട് ഈ വഴിയാ കണ്ടത്. Patricia. Yes. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: കൊച്ചാപ്പി സലിൽ തിരുവനന്തപുരം, മറിയാമ്മ ജിജി എറണാകുളം, പീതാംബരൻ സോണി മുണ്ടക്കയ, തോമസ് കുട്ടി ഉണ്ണി ആലുവ, ബിജു മനോജ് തൊടുപുഴ, ജോസുകുട്ടി സരിൻ ഗൗരീശപട്ടം, ആനി മേഴ്സി മാവേലിക്കര. ഗസ്റ്റ് അപ്പിയറൻസ് ആസ് പെട്രീഷ്യ, അതിഥി ഫ്രം ക്ലീവ്ലൻഡ്. ഡബിംഗ് കാശ്മീര. ശബ്ദമിശ്രണം അരുൺ പൂക്കുട്ടി. രചന സാക്ഷാത്കാരം സോണി മുണ്ടക്കയ.